വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചു കോടതി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 പേർ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, വലിയ പ്രതിഷേധമുണ്ടായ വിഷയമാണ്. ഇനിയും ആ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ അലയൊലികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോടതി കയറുകയാണ് സംഭവം. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, എന്തായാലും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ സംഭവം കോടതി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നവകേരള സദസ്സിന്റെ വാഹനങ്ങൾ കടന്നുപോയ ഘട്ടത്തിൽ ആലപ്പുഴയിലെ KSU പ്രവർത്തകരായ 2 പേരെ, ഒരു KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ തോമസിനെയും കുര്യാക്കോസിനെയുമാണ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു. അനിൽ കല്ലിയൂറും ഒപ്പം തന്നെ സന്ദീപും അടക്കമുള്ള 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും ബാക്കി ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുക. അതായത് പ്രതിഷേധിച്ച 2 പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ മാറ്റി നിർത്തി ഇതിനുശേഷം വാഹനം നിർത്തി ഒരു പ്രകോപനവുമില്ലാതെ അവരെ അടിക്കുന്ന സാഹചര്യമാണ്. വീണ് കിടന്ന ഈ ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിച്ച സാഹചര്യം വലിയ വിവാദത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിനകത്ത്, അതായത് പിറ്റേ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം കണ്ടില്ല എന്നുള്ളതാണ്. മറിച്ച് തന്റെ ഗൺമാൻ അടക്കമുള്ള ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് മറ്റു പലയിടങ്ങളിലും ഉണ്ടായ സംഭവങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകരെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടുള്ളൂ, മുന്നേ വാഹനം പോകുന്നത് മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത്, ഈ സംഭവം കണ്ടിട്ടേ ഇല്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മാധ്യമപ്രവർത്തകർ നിരന്തരമായ ചോദ്യത്തിൽ താൻ ഈ വിഷയം കണ്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് താൻ വിഷയം കാണാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ള നിലപാടിലേക്ക്, രാഷ്ട്രീയത്തോടെയുള്ള നിലപാടിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്നത് കണ്ടത്. എന്തായാലും ജനകീയമായ രീതിയിൽ, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ സംഭവം കോടതി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അജയും ഒപ്പം തോമസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ സൗത്ത് പോലീസിനെ ആദ്യം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നു. പിന്നീട് അതിൽ കേസെടുക്കാതായതോടുകൂടി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനും പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതായതോടെയാണ് ഈ ചെറുപ്പക്കാർ ആലപ്പുഴ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇന്ന് അവര് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം പരിഗണിച്ചുകൊണ്ടാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴ സൗത്ത് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനിൽ കല്ലിയൂർ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്ലിയൂർ, ഒപ്പം സന്ദീപ്, കണ്ടാൽ അറിയാവുന്ന ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമിലുണ്ടായിരുന്ന 3 പേർ, ഇവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കാറായി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും കോടതിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ലഭിച്ചിരിക്കുന്നു. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറയുന്ന കാര്യം എന്തായാലും ഇപ്പോൾ കോടതി കണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി സ്വീകരിക്കുന്നു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 പേർക്കെതിരെയുമാണ് കേസ്.